ഞങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പണം വേണ്ടേ എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യം. അത് 100 രൂപ മുതൽ വരെ SIP തുടങ്ങാൻ പറ്റുന്ന ഈ കാലത്ത് അത് എന്തുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് മാസാവസാനം അടുത്ത സാലറി വരുന്നു നോക്കി 1 രൂപ പോലും ഒരു മാസം മാറ്റിവെക്കാനില്ലാതിരിക്കുന്ന ഒരു അവസ്ഥ? ഒരു ശരാശരി ഒരു ചെറുപ്പക്കാരൻ ജോലിക്ക് കയറി കഴിഞ്ഞാൽ കണ്ടുവരുന്ന അയാളുടെ ഒരു ഫൈനാൻഷ്യൽ ഹാബിറ്റ്സ് എന്തൊക്കെയായിരിക്കും? നല്ലൊരു ലക്ഷറി ഫോൺ മേടിക്കുക, അതാണ് ആദ്യം ചെയ്യുന്ന ഒരു കാര്യം. ഒരു മന്ത്ലി EMI ആയിരിക്കും, നമ്മുടെ സാലറി ഒരുമിച്ച് കൊടുത്തല്ല മേടിക്കുന്നത്. നമ്മൾ ഓവറായിട്ട് പർച്ചേസ് ചെയ്യുക, ഇലക്ട്രോണിക് സാധനങ്ങൾ, അതുപോലെ ഓൺലൈനായിട്ട് നമ്മൾ വളരെ ഓവറായിട്ട് പർച്ചേസ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടുള്ള ഔട്ടിങ്ങിനൊക്കെ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുക, ലക്ഷറി കാർ മേടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള വീട് ഒരു ചിലപ്പോൾ മോശമായിരിക്കും, ഇപ്പൊ നമ്മളത് കുറച്ചുകൂടെ ലക്ഷറി ആയിട്ട് എന്ത് ചെയ്യും, നമ്മളത് മോഡിഫൈ ചെയ്യും. പിന്നെ മാരേജിനാണെങ്കിൽ നമ്മൾ ചിലവാക്കുന്നുണ്ട് 15, 20, 30 ലക്ഷം ഒക്കെയാണ് ഒരു ശരാശരി ചെറുപ്പക്കാരുടെ വരുമാനത്തിൽ നിന്നും അയാൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ എപ്പോഴാണ് ഒന്ന് സെറ്റിൽ ആയിട്ട് നമ്മൾ സേവിങ്സിനെ കുറിച്ച് ആലോചിക്കാം എന്ന് വിചാരിക്കുന്ന സമയം? അത് പണ്ട് നമ്മൾ വെറുതെ പടക്കം പൊട്ടിക്കുന്ന പോലെ പൊട്ടിച്ച് കളഞ്ഞ പൈസയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് മാറ്റിവെക്കാമായിരുന്നു, അല്ലെങ്കിൽ നമുക്കൊരു SIP തുടങ്ങാമായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അത് ഓൾമോസ്റ്റ് നമ്മളുടെ ആ ഒരു ബാച്ചിലർ ലൈഫ് കഴിഞ്ഞ് ഒരു ഫാമിലിയൊക്കെ ആയി തുടങ്ങുന്ന സമയത്താണ്. ബാധ്യതകളിൽ നിന്നും അല്ലെങ്കിൽ ചെലവ് കൂടിയ അവസ്ഥയിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ പണ്ടത്തെ കാലത്തെ പറ്റി ആലോചിക്കുന്നത്. ഇതിനൊരു പരിഹാരമുണ്ട്. അതിനുള്ള സ്റ്റെപ്പ് 1, നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ ട്രാപ്പുകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഓവറായിട്ടുള്ള പർച്ചേസിംഗ് ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല സ്പെൻഡിങ്ങുകൾ നിങ്ങൾ പെട്ടിരിക്കുന്ന ട്രാപ്പ് എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ നിങ്ങളുടെ പണം ദൂരത്തായിട്ട്, അതായത് വെറുതെ ആവശ്യമില്ലാതെ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇത് ആവശ്യമില്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനോടൊരു നോ ഇത് പറയാനുള്ള ഒരു മൈൻഡിന്റെ ഒരു കപ്പാസിറ്റി നമ്മൾ ബിൽഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു 20,000 രൂപയുടെ ഒക്കെ ഒരു ഫോൺ ആവശ്യമുള്ള സമയത്ത് നമ്മളൊരു 1.5 ലക്ഷം രൂപയുടെ ഒരു ഐഫോൺ മേടിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ മേടിക്കുന്ന സമയത്ത് നമ്മളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കുക, ഇത് നമ്മുടെ ഒരു സ്റ്റാറ്റസിന്റെ ഒരു സിമ്പിൾ ആണോ, അതോ അത് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണോ? നമ്മൾ സ്വയമായിട്ടൊന്ന് ചോദിച്ചു നോക്കുക. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്ന ഒരു കാര്യം, ക്രെഡിറ്റ് കാർഡ് വെച്ച് നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഈസി ആയിട്ട് ഒരു സ്വൈപ്പിൽ എന്ത് ചെയ്യും, നമ്മുടെ ഈ 1 ലക്ഷം 1.5 ലക്ഷം അങ്ങോട്ട് പോകും. നമുക്കൊരു ഫീൽ ഉണ്ടാവുന്നില്ല. ഫിസിക്കൽ ആയിട്ടുള്ള മണി കൊടുത്ത് നമ്മൾ ഇത് മേടിക്കുന്ന സമയത്ത് 1.5 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ലോ എന്നൊരു സൈക്കോളജിക്കൽ ഒരു ഫീലിംഗ് നമുക്ക് വരും അല്ലേ? ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗം കുറയ്ക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു മോചനം കിട്ടാനായിട്ട് ചെറിയൊരു സാധ്യതയുണ്ട്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മാരേജിന് വേണ്ടി നമ്മൾ പൊടിച്ചു കളയുന്ന പണം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിനുള്ളതാണോ? ഒരു മാരേജ് ഭംഗിയാക്കുക എന്നുള്ളത് ആ വീട്ടുകാരുടെ ആവശ്യമല്ല, പലപ്പോഴും പല ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കാരും അതുപോലെ മറ്റുള്ള ആളുകളുടെ ആവശ്യമാണല്ലേ. ഈ പറഞ്ഞു വരുന്നത് മൊത്തത്തിൽ നമ്മുടെ പൈസ അനാവശ്യമായിട്ട് ചെലവാക്കുന്നത് ഏതൊക്കെ മേഖലകളിലാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ചില ടിപ്സ് ആണ്. നമ്മൾ ഒരു മിതത്വം പാലിച്ച് ഓവറായിട്ട് സ്പെൻഡ് ചെയ്യാതെ, ഇൻട്രസ്റ്റ് റേറ്റിനെ പേടിക്കാതെ, EMI പേടിക്കാതെ, അതായത് നമ്മുടെ അനാവശ്യമായ സ്പെൻഡിങ്ങുകളൊക്കെ കുറച്ച് ആ എമൗണ്ടുകളെ നമ്മൾ സേവ് ചെയ്ത് അതിനെ ഒരു ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് നമ്മൾ പൂൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ആ ഒരു ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് വരും അല്ലേ?